ഹായ് എവ്രിവൺ, ഐ എം ഡോക്ടർ ദിവ്യ. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ടോപ്പിക്ക് ഡിവോഴ്സിനുള്ള ഗ്രൗണ്ട്സ് എന്തൊക്കെയാണെന്നാണ്. ഒരുപാട് പേര് എഴുതി ചോദിച്ചു നമ്മുടെ ഡിവോഴ്സ് നടക്കുമ്പോൾ എന്തൊക്കെ ഗ്രൗണ്ട്സ് ആണ് ഡിവോഴ്സിന് വേണ്ടതെന്നുള്ളത്. പ്രധാനമായിട്ടും 8 ഗ്രൗണ്ട്സ് ആണ് ഡിവോഴ്സിന് വേണ്ടത്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ അഡൾട്ടറി, ക്രൂവൽറ്റി, ഡെസേർഷൻ, പ്രിസംഷൻ ഓഫ് ഡെത്ത്, കൺവേർഷൻ ടു അനദർ റിലീജിയൻ, അൺസൗണ്ട് മൈൻഡ്, പിന്നെ മെന്റൽ ഡിസോർഡർ, കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള 8 ഗ്രൗണ്ട്സ് ഡിവോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത്. ഇതിൽ ഓരോന്നായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ അഡൾട്ടറി ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെ ലൈഫ് പാർട്ട്ണർക്ക്, ഹസ്ബൻഡിന് അല്ലെങ്കിൽ വൈഫിന് നമ്മുടെ മാട്രിമോണിയൽ ലൈഫ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കെ മറ്റൊരാളുമായിട്ട് എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ്, സെക്സ് റിലേഷൻ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്, അത് നമുക്ക് തെളിയിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഡിവോഴ്സിന്റെ ഒരു ഗ്രൗണ്ടാണ്. അഡൾട്ടറി ക്രിമിനൽ കേസ് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും ഡിവോഴ്സിന്റെ ഗ്രൗണ്ടാണ്. നമുക്ക് തെളിയിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഡിവോഴ്സ് നമുക്ക് കിട്ടും. രണ്ടാമത്തേന്ന് പറഞ്ഞത് ക്രൂവൽറ്റി. മെന്റലി അല്ലെങ്കിൽ ഫിസിക്കലി ഒരു ടോർച്ചർ നമ്മൾ അനുഭവിച്ചെങ്കിൽ അല്ലെങ്കിൽ ഒരു അബ്യൂസ് നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ അത് ഡിവോഴ്സിന്റെ ഒരു ഗ്രൗണ്ട് തന്നെയാണ്. പിന്നെ ഡെസേർഷൻ എന്ന് പറഞ്ഞാൽ യാതൊരു കാരണവും കൂടാതെ നമ്മുടെ ലൈഫ് പാർട്ട്ണർ യാതൊരു കാരണവും കൂടാതെ മാട്രിമോണിയൽ ലൈഫ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കെ ഒരു കാരണവും ഇല്ലാതെ മാറി താമസിക്കുകയാണ്. മാട്രിമോണിയൽ ഒബ്ലിഗേഷൻസ് ഒന്നും നടത്താതെ യാതൊരു കാരണവുമില്ലാതെ മാറി താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് ഡിവോഴ്സിന്റെ ഒരു ഗ്രൗണ്ട് തന്നെയാണ്. പിന്നെ ഉള്ളത് പ്രിസംഷൻ ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞാൽ ഒരു 7 years ആയിട്ട് നമ്മുടെ ലൈഫ് പാർട്ട്ണർ എവിടെയാണെന്ന് നമുക്ക് അറിയില്ല, ജീവനോട് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്ക് അറിയില്ല. അങ്ങനെ ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ അത് ഡിവോഴ്സിനുള്ള ഒരു ഗ്രൗണ്ടായിട്ട് കണക്കാക്കാം. പിന്നെ മെന്റൽ ഡിസോർഡർ, അൺസൗണ്ട് മൈൻഡ്, ഈ രണ്ട് ഗ്രൗണ്ട്സ് ഏകദേശം ഒന്നാണ്. ഇൻക്യൂറബിൾ ആയിട്ടുള്ള മെന്റൽ ഡിസീസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിവോഴ്സിന്റെ ഗ്രൗണ്ടാണ്. അതിൽ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഏറ്റവും എടുത്ത് പറയാവുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. അതൊക്കെ ഇൻക്യൂറബിൾ ആയിട്ടുള്ള മെന്റൽ ഡിസോർഡേഴ്സ് ആണ്. ഇനിയും ഉണ്ട് ഒരുപാട് മെന്റൽ ഡിസോർഡേഴ്സ്, ലുനാറ്റിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ്, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിവോഴ്സിന്റെ ഒരു ഗ്രൗണ്ടാണ്. പിന്നെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറഞ്ഞാൽ ഇൻക്യൂറബിൾ ആയിട്ടുള്ള സ്പ്രെഡബിൾ ആയിട്ടുള്ള ഡിസീസസ്. അതിൽ എക്സാമ്പിൾ എന്ന് പറയുന്നത് ലെപ്രസി, HIV, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഡിസീസസ് ഉണ്ടല്ലോ. ഇനിയും ഡിസീസസ് വേറെ ഉണ്ട് ഇൻക്യൂറബിൾ ആയിട്ടുള്ള. അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അത് തെളിയിക്കാൻ നമുക്ക് നമ്മുടെ ലൈഫ് പാർട്ട്ണർക്ക് ഉണ്ടെന്ന് നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഡിവോഴ്സിനുള്ള ഒരു ഗ്രൗണ്ടാണ്. പിന്നെയുള്ളത് കൺവേർഷൻ ടു അനദർ റിലീജിയൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ മാരേജ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഹിന്ദു ആയിരിക്കും, ക്രിസ്ത്യൻ ആയിരിക്കും, മുസ്ലിം ആയിരിക്കും. മാരേജ് കഴിഞ്ഞ ശേഷം ലൈഫ് പാർട്ട്ണറുടെ യാതൊരു സമ്മതവും ഇല്ലാതെ വേറൊരു റിലീജിയനിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള പാർട്ടിക്ക്, വൈഫിനായാലും ഹസ്ബൻഡിനായിരുന്നാലും അത് ഡിവോഴ്സിനുള്ള ഗ്രൗണ്ടായിട്ട് കണക്കാക്കാം. ഇങ്ങനെ ഈ കാണുന്ന 8 ഗ്രൗണ്ട്സിൽ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതലോ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് തെളിയിക്കാൻ പറ്റുന്ന രേഖകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഡിവോഴ്സിനുള്ള ഗ്രൗണ്ടാണ്. പിന്നെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരുന്നാലും, ഫാമിലി ലോ ആയിരുന്നാലും, സിവിൽ ലോ ആയിരുന്നാലും, ക്രിമിനൽ ലോ ആയിരുന്നാലും, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് മെന്റലി അല്ലെങ്കിൽ ലോ പരമായിട്ട് എന്തെങ്കിലും ഹെൽപ്പ് സീക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ധൈര്യമായിട്ട് വിളിക്കാം. ലീഗലി എന്ത് അഡ്വൈസ് വേണമെങ്കിലും നമുക്ക് ഒരു പാനൽ ഓഫ് അഡ്വക്കേറ്റ്സ് ഉണ്ട്. എന്ത് സഹായവും ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. താങ്ക് യു.